ഡിയേഴ്സ്, വെൽക്കം ടു ആർക്കെ നെക്സ്റ്റ്. അപ്പൊ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പൂർണ്ണമായും പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നിൽക്കായിരിക്കും അല്ലെ. അങ്ങനെ ആവേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ വിട്ടുപോകാറുണ്ട്. നമ്മൾ ഈ 4 മാർക്കിന്റെ 8 മാർക്കിന്റെ ചോദ്യങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് ധാരാളം അങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥയില്ല. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് എക്സാം ടൈമിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സാമിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ദവ കിസ് വിധ കി രചന ഹെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദവ ഏത് വിധത്തിലുള്ള രചനയാണ്? അപ്പൊ ആ നിമിഷം വരെ ദവ എന്നൊരു ചോദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് വരെ നമ്മൾ തലേ ദിവസം വരെ പഠിച്ചിട്ടുള്ളത് ദവ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള 4 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ ഏത് വിധത്തിലുള്ള രചനയാണെന്ന് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് ഇനിയുള്ള സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ രചനകളും ഏത് വിധത്തിലുള്ളതാണ്, ഏതൊക്കെ രചനകളിൽ ഏതൊക്കെ ചാപ്റ്ററിലാണ് ഇത്, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉള്ളത് എന്ന കാര്യമൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അത് കൂടാതെ ലേഖകന്റെ പേര്. അപ്പൊ ഇവിടെ നമുക്ക് സംസ്മരൺ, നാടക്, വ്യംഗ്യലേഖ്, ഏതാണ്? വ്യംഗ്യലേഖാണ് അല്ലെ. കുമാർ കിസ് രചന കാ പാത്ര ഹെ, കുമാർ എന്ന് പറയുന്നത് കഥാപാത്രം ഏത് പാഠഭാഗത്തെയാണ്? ഏത് രചനയുടേതാണ്? മുർക്കി ഉഫ് ബുലാക്കി, ഓർക്കുന്നുണ്ടോ? രാജ്വതി, മുർക്കി ഇവരൊക്കെ. ജമീൻ ഏക് സ്ട്രീറ്റ് കാ നാം ഹെ കിസ്കി രചന ഹെ, ആരുടെ രചനയാണ്? ആരുടേതാണ്? ഏകാന്ത് ശ്രീവാത്സവ് അല്ലെ. ഇതിനോടൊപ്പം നമുക്ക് നൽകിയിരിക്കുന്നത് മൈഥിലി ശരൺ ഗുപ്ത് മാതൃഭൂമി എന്ന കവിതയുടെ അല്ലെ കവിയാണ്. പിന്നെ ഹിമാംശു ജോഷി, സൂരിനാം മേ പെഹ്ലാ ദിൻ. ഓക്കെ. ലേഖികക്കോ സ്കൂട്ടർ വാല കേസാ ലഗ, ലേഖികക്ക് സ്കൂട്ടറുകാരൻ എങ്ങനെയായിട്ടാണ് തോന്നിയത്? എങ്ങനെയായിട്ടാ തോന്നിയത്? ഡോക്ടർ ജേസ, പീർ ജേസ, അധ്യാപക് ജേസ. ഇതിൽ എങ്ങനെയാണ്? പീർ ജേസ അല്ലെ, സന്യാസിയെ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്തത്. ആദ്മി കാ ചെഹറ കാ കവി കുലി കോ പെഹലെ കേസെ പെഹചാൻതാ താ, എങ്ങനെയാണ് അദ്ദേഹം കൂലിയെ തിരിച്ചറിഞ്ഞത്? നമ്പറിലൂടെയാണോ, മുഖം ചെഹരെ സെ യാ ആവാസ് സെ, ശബ്ദത്തിലൂടെ? എങ്ങനെയാണ് അദ്ദേഹം കൂലിയെ തിരിച്ചറിഞ്ഞത്? നമ്പർ സെ അല്ലെ. സപ്ന ദേഖ്നെ വാലി സ്ത്രീ കിസ്കി സുരക്ഷാ മേ സോ രഹി തി, ആരുടെ സുരക്ഷയിലാണ്, എന്തിന്റെ സുരക്ഷിതത്തിലാണ് സപ്നെ ദേഖ്നെ വാലി സ്ത്രീ ഉറങ്ങുന്നത്? യെസ്, മസ്ഹരി കി അല്ലെ, ദീവാർ കി ഛത് കി മസ്ഹരി കി. മസ്ഹരി എന്ന് പറഞ്ഞാൽ കൊതുക് വലയാണ് കേട്ടോ. സപ്ന ദേഖ്നെ വാലി സ്ത്രീ കബ് തക് സോത്തി രഹി, എത്ര സമയം വരെ അവർ ഉറങ്ങി എന്നാണ് കവിതയിൽ പറയുന്നത്? ബാങ്ക് കി ധംകി ആനെ തക് അല്ലെ, സപ്നോമേ ബാങ്ക് കി ധംകി, സ്വപ്നത്തില് ആ ബാങ്കിന്റെ ഭീഷണി വരുന്നത് വരെ അവർ ഉറങ്ങി. അടുത്ത ചോദ്യം, മേരെ ഭാരത് വാസിയോ കിസ് വിധ കി രചന ഹെ, ഏത് വിധത്തിലുള്ള രചനയാണ്? ഭാഷൻ. മാതൃഭൂമിക്ക് രചയിത കോൻ ഹെ, മാതൃഭൂമിയുടെ രചയിതാവ് ആരാണ്? യെസ്, മൈഥിലി ശരൺ ഗുപ്താണ്. കിസ്നെ കൈദി ബാബ് കോ കത്ത് ബേജ, ആരാണ് കൈദി ബാബിന്, തടവിലുള്ള അച്ഛന് കത്തയച്ചത്? ബാപ്, ബേട്ട, ബേട്ടി, ബേട്ടിയാണ് അല്ലെ. ഹിമാംശു ജോഷി കോ കോൻ സാ ഷഹർ ഭാരതീയ ഷഹർ ജേസാ ലഗ, ഹിമാംശു ജോഷിക്ക് ഏത് നഗരമാണ് ഭാരതീയ നഗരം പോലെ ഫീൽ ചെയ്തു എന്ന് പറയുന്നത്? പാരാമാരിബോ അല്ലെ, മുംബൈ അല്ല, ബിലാസ്പൂർ അല്ല. ബഹാദൂർ ഷാ സഫർ ने मुसलमानों को തോഫെ കെ ബദലെ ക്യാ ഉപഹാർ ദിയെ, അവരുടെ സമ്മാനത്തിന് പകരമായിട്ട് എന്താണ് അദ്ദേഹം നൽകിയത്? മല്ലിക കാ ഹാർ, സോനെ കാ ഹാർ, ചാന്ദി കാ ഹാർ. വെള്ളിയുടെ മാലയാണോ, സ്വർണത്തിന്റെ മാലയാണോ, ഭാര്യയുടെ മാലയാണോ? മല്ലിക കാ ഹാർ അല്ലെ. അടുത്തത് മാതൃഭൂമി എന്ന കവിതയിൽ നിന്നാണ്. ഹർഷ് ശബ്ദ കാ സമാനാർത്ഥി ശബ്ദ ക്യാ ഹെ, ഹർഷ്, മോദ്, ഇവിടെ നൽകിയിരിക്കുന്നത് മോദ്, നിരക്, മഗ്ന്. ഇതിൽ മോദ് എന്നതാണ് ഹർഷ്, സന്തോഷം എന്നൊക്കെയുള്ള അർത്ഥം. തുജ്മേ ഹി മിൽ ജായേഗി യഹാം തുജ്മേ സെ ക്യാ താൽപര്യ ഹെ, ഇവിടെ തുജ്മേ എന്ന് ഉദ്ദേശിക്കുന്നത് മാതൃഭൂമി, മാതൃഭൂമിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
तेरा प्रत्युपकार कभी क्या हमसे होगा, कवि ऐसा क्यों सोचते हैं? കവി എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? മാതൃഭൂമി के लिए प्रत्युपकार करना हमसे, നമ്മളെ കൊണ്ട് എന്തല്ല, ഹംസെ നഹി ഹോഗ, ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സമമാണ് അല്ലെ. പിന്നെ അത് കൂടാതെ സഗുണ സാകാർ മൂർത്തിയായിട്ടാണ് ഇവിടെ മാതൃഭൂമിയെ പറയുന്നത്. വൺ വേർഡ് ആയിട്ട് മാതൃഭൂമിയെ എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാല് അവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് സഗുണ സാകാർ മൂർത്തി എന്നാണ് ട്ടോ. ഇതാണ് 1 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാതൃഭൂമിയെ എങ്ങനെയാണ് കവി വർണ്ണിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും 1 മാർക്കിന് അത് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇവിടെ ഒറ്റ വേർഡിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാം യോജിച്ച ഒരു പൂർണ്ണ നമ്മൾ ആരാധ്യനായിട്ടാണ് കവി കാണിച്ചു തരുന്നത് മാതൃഭൂമിയെ. അടുത്തത് മേരെ ഭാരതവാസിയോ കിസ്കാ ഭാഷൺ ഹേ, ആരുടെ ഭാഷണാണ്? നെഹ്റുജി കാ. ദുധിയെ ദാന്തോ കോ ദിഖാനെ കെ ലിയെ യശോദ ने किसको बुलाया, ആരെയാണ് യശോദ വിളിച്ചത്? നന്ദ കോ, മാ കോ, നൗകറാനി കോ? നന്ദ കോ. ആദ്മി കാ ചെഹ്റ കിസ് വിധ കി രചന ഹേ, ആദ്മി കാ ചെഹ്റ എന്ന് പറയുന്നത് ഏത് വിധത്തിലുള്ള രചനയാണ്? കവിത അല്ലെ. ഭട്കാ ഹുവാ പീർ ക്യാ ദേക്കർ ദൂസരോं को സഹായത करता है, എന്ത് നൽകിക്കൊണ്ടാണ് ഈ ഭട്കാ ഹുവാ പീർ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സന്യാസി അവരെ സഹായിക്കുന്നു, ആളുകളെ സന്യാസി അല്ലെ എങ്ങനെ സഹായിക്കുന്നു? പുസ്തക്, മിഠായി, പാനി, എന്ത് നൽകിക്കൊണ്ടാണ്? പാനി ദേക്കർ. ഇഷ്ടദേവ് കാ ഇഷ്ട നൈവേദ്യ ക്യാ ഹെ, ഇഷ്ടദേവതയുടെ ഇഷ്ട നൈവേദ്യം എന്താണ്? ഗുലാബ്, ചമേലി, കുമുദ് ഫൂൽ, കുമുദ് ഫൂൽ ഹെ. 7വാം വിശ്വ ഹിന്ദി സമ്മേളൻ കഹാം ആയോജിത് കിയാ ഗയാ താ, എവിടെയായിരുന്നു 7ാമത്തെ ഹിന്ദി സമ്മേളനം അല്ലെ വിശ്വ ഹിന്ദി സമ്മേളനം നടന്നിരുന്നത്? സൂരിനാം. കൈദി ബാബ് കോ കിസ്കാ കത്ത് മില, കൈദി ബാപ്പിന് ആരുടെ കത്ത കിട്ടിയത്? ഫസ്റ്റിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ബേട്ടി കാ. സമുദ്ര കാ സമാനാർത്ഥി ശബ്ദ കോൺസാ ഹെ? രത്നാകർ. മേരെ ഭാരതവാസിയോ കിസ് വിധ കി രചന ഹെ, മേരെ ഭാരതവാസിയോ ഏത് വിധത്തിലുള്ള രചനയാണ്? ഭാഷൻ. സൂർദാസ് കിസ് ഭക്ത ത, സൂർദാസ് എങ്ങനെയുള്ള ഒരു ഭക്തനായിരുന്നു? ആരുടെ ഭക്തനായിരുന്നു? രാമ കാ, ശിവ കാ, കൃഷ്ണ കാ. നമുക്ക് പഠിക്കാനുള്ള പതില് ആരെ കുറിച്ചാ പറയുന്നത്? കൃഷ്ണലീലയെ കുറിച്ചാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിട്ട് എഴുതാ. ആരാണ്, ആരുടെ ഭക്തനാണ്? കൃഷ്ണ ഭക്തനാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇതുപോലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വൺ വേർഡിന് ചോദിക്കുക. ഒരു പക്ഷെ നമ്മളിപ്പോൾ പഠിച്ചതിൽ നിന്ന് തന്നെ ഒന്നിങ്ങനെ തിരിച്ചും മറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും വരിക കുറെയൊക്കെ. പിന്നെ കവിതയിലെ വേർഡ് മീനിങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ഹർഷ് എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ചോദിക്കും. അതൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക എന്താണ് ഓരോന്നിന്റെയും അർത്ഥം. അങ്ങനെ അർത്ഥം ചോദിക്കുന്ന സമയത്ത് കവിത നന്നായി വായിച്ചിട്ട് കവിതയിൽ നിന്ന് ആ വേർഡ് തിരഞ്ഞെടുത്ത് എഴുതാൻ ശ്രമിക്കുക. അപ്പൊ ഇതുപോലുള്ള മറ്റു വീഡിയോസുമായി കാണാം. അതുവരേക്കും ബൈ.